ഹായ്, ഞാൻ ഐശ്വര്യ. സിമ്പിൾ റെസിപ്പീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള മുട്ട തോക്കാണ്. ഇത് ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും അതുപോലെ ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു വിഭവമാണ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതുപോലെ ഒരു പാൻ ആണെങ്കിൽ അടുപ്പത്ത് വെച്ചിട്ട് അതൊന്ന് ജസ്റ്റ് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിൽ ഏത് വേണമെങ്കിലും എടുക്കാം. ഞാനൊരു 2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ എണ്ണ ഒന്ന് ചൂടാകുമ്പോഴും ഇതിലേക്ക് ഒരു 3 സവോള കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞത് ചേർക്കാം. ഞാനിതിപ്പോൾ ചോപ്പറിൽ വെച്ചിട്ടാണ് അരിഞ്ഞിട്ടുള്ളത്. ഈ ചോപ്പർ ഞാൻ നേരത്തെ നമ്മുടെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എണ്ണ ചെറുതായിട്ട് ചൂടായിട്ട് വേണം ചേർക്കാൻ. അതോടൊപ്പം തന്നെയാണെങ്കിൽ നമ്മളൊരു 2 വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു 2 പച്ചമുളക്, നല്ല എരിയുള്ള പച്ചമുളകാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇത് നന്നായിട്ട് വഴന്ന് വരണം. അതായത് ചെറുതായിട്ടൊന്ന് കളറ് മാറിയാൽ പോരാ, നന്നായിട്ട് വഴന്ന് അതിൻ്റെ കളറൊക്കെ നല്ലവണ്ണം മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. അപ്പം വെളുത്തുള്ളിയും ഇതുപോലെ തന്നെ ചോപ്പറിൽ വെച്ച് നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം, അല്ലാതെ ചെറുതായിട്ട് അരിഞ്ഞതായാലും മതി, ഒരു കുഴപ്പമില്ല. എന്നിട്ട് ഇത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. ഒരുപാട് മസാലയൊന്നും നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നില്ല. ആകെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് ചേർക്കുന്ന ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് മൂത്ത് വരണം. അത് മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഈ ഉള്ളി പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടി നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് വാടി തുടങ്ങിയതേ ഉള്ളൂ. നന്നായിട്ട് കളറ് മാറി വരണം. ആ പച്ച ടേസ്റ്റൊക്കെ മാറി ഉള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് ചെറിയൊരു സ്വീറ്റ്നെസ് വരും. അതുവരെ നമുക്കിത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. കാരണം ഒരുപാട് മസാല ഒന്നും നമ്മൾ ഇതിലേക്ക് ചേർക്കുകയില്ല. വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ചേർക്കത്തുള്ളൂ. എന്നാൽ നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാൻ. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ടാണെങ്കിൽ ഇവിടെ വഴന്നിട്ടുണ്ട്, ഏകദേശം നല്ല പോലെ വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ടൊമാറ്റോയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ടൊമാറ്റോ ചേർക്കുമ്പോൾ അത് നമ്മൾ മിക്സിയുടെ ബൗളിലിട്ടിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചെടുത്തിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. നല്ല പഴുത്ത ടൊമാറ്റോ എടുത്തു കഴിഞ്ഞാൽ അധികം പുളി ഉണ്ടാവത്തില്ല. എന്നിട്ട് ഇതും നല്ല പോലെ ഇതിലേക്ക് ചേർത്ത് വഴറ്റി കൊടുക്കുക. അതുപോലെ തന്നെ ഇത് കുറച്ച് സമയം വെച്ച് വേവിക്കണം. ആ ടൊമാറ്റോയുടെയൊക്കെ ഒരു പച്ച ചുവ മാറി വരണം. നമ്മൾ മിക്സിയുടെ ബൗളിൽ തന്നെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിയുന്നതിൽ നല്ലത് അരച്ച് ചേർക്കുന്നതാണ് നല്ലത്. അപ്പം ഇത് നല്ല പോലെ വഴന്ന് വരണം. ആ മണമൊക്കെ മാറി ആ കറിയുമായിട്ട് നല്ല പോലെ യോജിക്കണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ടൊമാറ്റോയൊക്കെ ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇതിൻ്റെ പച്ച ചൊവയൊക്കെ മാറിയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇതിലേക്കാണെങ്കിൽ ഒരു 1.5 ടീസ്പൂണ് നല്ല മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നേരത്തെയുള്ള വീഡിയോയിലും ഞാൻ ഇതുപോലെ നല്ല മുളക് പൊടി, കാശ്മീരി ചില്ലി പൊടി എന്നൊക്കെ പറയുമ്പോൾ പലർക്കും ആണെങ്കിൽ ഡൗട്ട് വരാറുണ്ട്. ഈ നല്ല മുളക് പൊടി എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മുളക് പൊടിയാണ്. അതിന് എരിവ് നല്ല കൂടുതലായിരിക്കും. അതേസമയം കാശ്മീരി ചില്ലി പൗഡറിലെ പിരിയൻ മുളക് പൊടി എന്ന് പറഞ്ഞാൽ എരിവ് വളരെ കുറവായിരിക്കും. പക്ഷേ നല്ല കളറും കറിക്ക് നല്ല കൊഴുപ്പും ഒക്കെ കിട്ടാൻ പിരിയൻ മുളക് പൊടിയാണ് നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് നല്ല കറിക്ക് നല്ല എരി വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കറിയിലേക്ക് 1.5 ടീസ്പൂണ് നല്ല മുളക് പൊടി ചേർക്കുക. അല്ല എരി വേണ്ട എന്നാൽ നല്ലൊരു കളർ വേണം എന്നുണ്ടെങ്കിൽ ആ സ്ഥാനത്ത് പിരിയൻ മുളക് പൊടി ചേർത്താൽ മതി. എരിയും വേണം കളറും വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 1.5 ടീസ്പൂൺ നല്ല മുളക് പൊടിയും അതുപോലെ തന്നെയാണെങ്കിൽ 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും ചേർക്കാം. പിന്നെ ചേർക്കേണ്ടതെന്ന് പറഞ്ഞാൽ അതിലേക്ക് ഒരു 1.5 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർക്കുക. ഇത്രയും മാത്രം നമ്മൾ ഇതിലേക്ക് മസാലപ്പൊടിയായിട്ട് ചേർക്കുന്നുള്ളൂ. ഈ മസാലയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്ന വരെ നമുക്കിതൊന്ന് ജസ്റ്റ് വഴറ്റി കൊടുത്തുകൊണ്ടേയിരിക്കണം. പച്ചമണം നല്ലവണ്ണം മാറണം പൊടികളുടെയൊക്കെ. എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 1/2 ഗ്ലാസ് വെള്ളമാണ് ചേർക്കുന്നത്. കാരണം ഇതെന്ന് പറഞ്ഞാൽ നന്നായിട്ടൊന്ന് പെരണ്ടിരിക്കുന്ന റെസിപ്പിയാണ്, അല്ലാതെ ഒത്തിരി ഗ്രേവിയുള്ള റെസിപ്പിയല്ല. അപ്പം ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ചേർത്താൽ മതി. ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളമേ ചേർക്കുന്നുള്ളൂ. എന്നിട്ട് ഇതിലേക്കാണെങ്കിൽ നമ്മൾ ആവശ്യത്തിനുള്ള കറിവേപ്പില, ഒരു 2 കറിവേപ്പിലയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തത്. കറിക്ക് നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ ലാസ്റ്റിലായിട്ട് ഒരു 1/2 ടീസ്പൂണ് ഗരം മസാല പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഗരം മസാലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ മാത്രം ചേർത്താൽ മതി. അത് തികച്ചും ഓപ്ഷണലാണ്.
അപ്പോൾ അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ കറിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് എന്താണ്, പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുണ്ടോ എന്നുള്ളതും കൂടി ടേസ്റ്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് ഉപ്പ് അല്പം കുറവായിട്ട് തോന്നി, അതുകൊണ്ട് ഞാനൊരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ മുട്ട പുഴുങ്ങിയ 4 മുട്ടയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. 4 മുട്ടയ്ക്ക് ഞാനിവിടെ 3 സവോളയും 2 ടൊമാറ്റോയുമാണ് എടുത്തത്. അപ്പം ഇത് ഇനി മുട്ടയാണെങ്കിൽ നമ്മൾ നീളത്തിൽ കീറി 4ആയിട്ട് കീറി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ബെസ്റ്റ് മസാലയെല്ലാം കൂടി ആ മുട്ടയിലേക്ക് പിടിക്കത്തക്ക രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നാൽ മുട്ട ഉടഞ്ഞു പോകാനും പാടില്ല. ആ രീതിയിൽ വേണം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാനും. അങ്ങനെ ഒരു 5 മിനിറ്റ് അടുപ്പിൽ വെക്കുക. അതോടുകൂടി നമ്മുടെ ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള മുട്ടത്തോക്ക് റെഡി ആയി കഴിയും. അപ്പോൾ അതായി ഞാൻ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടയൊക്കെ ഇതാ നീളത്തിൽ ഇതുപോലെ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ മൊത്തത്തിൽ മുറിക്കാതെ ഇടണ്ട, അതുപോലെ 2ആയിട്ട് മുറിച്ചല്ല 4ആയിട്ട് മുറിച്ച് തന്നെ ഇടുന്നതാണ്. അങ്ങനെയാണ് മുട്ടത്തോക്ക് നമ്മൾ സാധാരണ ഉണ്ടാക്കിയെടുക്കുന്നത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാം അല്ലേ. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, എന്നാൽ മസാലയും ഒരുപാടില്ല. ആർക്ക് വേണമെങ്കിലും പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ നമ്മുടെ ഈസി ആയിട്ടുള്ള മുട്ടത്തോക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്പൂണ് കൊണ്ടെടുത്ത് ക്യാമറ എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.